ഇറ്റാലിയൻ ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയത്തിൽ ഇപ്പോഴും നീറുന്നൊരു മുറിവുണ്ട്. ആഗ്രഹിച്ചതൊന്നും നേടാനാകാതെ ആടിയുലഞ്ഞ ഒരു നീലക്കടലിന്റെ കണ്ണീർ ചിത്രമാണത്. തുടർച്ചയായി 3 ലോകകപ്പുകൾ, 2018, 2022, ഇപ്പോൾ 2026. ലോക ഫുട്ബോളിന്റെ വമ്പന്മാരായ ഇറ്റലിക്ക് കളിമുറ്റത്തിന് പുറത്തു നിൽക്കേണ്ടി വന്നത് വെറുമൊരു തോൽവിയായിരുന്നില്ല. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയങ്ങൾ തകർത്ത വലിയൊരു ദുരന്തമായിരുന്നു. 2026 യോഗ്യതാ പരാജയത്തിന് പിന്നാലെ ഗട്ടൂസോ പദവിയൊഴിഞ്ഞതോടെ ചിതറിപ്പോയ സ്വപ്നങ്ങളെ കൂട്ടിച്ചേർക്കാൻ ഇറ്റലി തങ്ങളുടെ പുതിയ രക്ഷകനെ തേടിയിറങ്ങി. തകർന്നടിഞ്ഞ സാമ്രാജ്യത്തെ കരകയറ്റാൻ അവർ ലോകത്തിലെ ഏറ്റവും മികച്ച തന്ത്രജ്ഞരുടെ വാതിലുകൾ മുട്ടി. എന്നാൽ ആദ്യ തിരിച്ചടി അവിടെയായിരുന്നു. ബ്രസീൽ വിട്ട് എങ്ങോട്ടുമില്ലെന്ന് പ്രഖ്യാപിച്ച് ഇറ്റലിയുടെ വമ്പൻ ഓഫർ കാർലോ ആൻചലോട്ടി നിരസിച്ചു. 2030 വരെ മഞ്ഞപ്പടയുടെ പരിശീലകനായി തന്നെ തുടരുമെന്ന് ആൻചലോട്ടി വ്യക്തമാക്കിയതോടെ ആ വാതിൽ കൊട്ടിയടക്കപ്പെട്ടു. തുടർന്ന് മാഞ്ചസ്റ്റർ സിറ്റിയോട് വിട പറഞ്ഞ് വിശ്രമത്തിലായിരുന്ന പെപ് ഗാർഡിയോളയുമായി പൗളോ മാൽഡിനി 3 ദിവസത്തോളം ബാഴ്സലോണയിൽ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ആ ചർച്ചകളും നിരാശയിലാണ് അവസാനിച്ചത്. പ്രമുഖർ ഒന്നൊന്നായി പിൻവാങ്ങിയപ്പോൾ ആ നീലക്കുപ്പായത്തിന്റെ പ്രതാപം എന്നേക്കുമായി നഷ്ടപ്പെട്ടോ എന്ന് ലോകം ഭയന്നുപോയി. എന്നാൽ വീണുപോയ ഒരു സാമ്രാജ്യത്തിന്റെ നഷ്ടപ്പെട്ട കിരീടം വീണ്ടെടുക്കാൻ ആ തറവാട്ടിലെ പഴയ പോരാളി തന്നെ തിരിച്ചെത്തുകയാണ്. തകർച്ചയുടെ ആഴങ്ങളിൽ നിന്ന് ഇറ്റലിയെ കൈപിടിച്ചുയർത്താൻ 2006 ജർമ്മനിയുടെ മണ്ണിൽ ഇറ്റലിയെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച ആ അമാനുഷികൻ അവതരിച്ചു കഴിഞ്ഞു. ആന്ദ്രേ പിർലോ. 2030 ലോകകപ്പ് വരെയുള്ള 4 വർഷത്തെ കരാറിൽ പിർലോ ഒപ്പുവെക്കുമ്പോൾ അത് വെറുമൊരു പരിശീലകന്റെ വരവല്ല, ഇറ്റലിയുടെ അടങ്ങിപ്പോയ സിരകളിലേക്ക് വീര്യം തിരികെ ഒഴുകിയെത്തുന്ന നിമിഷമാണ്. യുവന്റസിന് കിരീടങ്ങൾ സമ്മാനിച്ച് തന്റെ തന്ത്രങ്ങൾ തെളിയിച്ച പിർലോ സെപ്റ്റംബറിലെ യുവേഫ നേഷൻസ് ലീഗിലൂടെ പടയോട്ടം ആരംഭിക്കുകയാണ്. ഇനി കണ്ണീരിന്റെ കാലമല്ല, തിരിച്ചടിയുടെ നാളുകളാണ്. നഷ്ടപ്പെട്ട സിംഹാസനം തിരിച്ചു പിടിക്കാൻ, ലോകത്തെ വീണ്ടും കാൽ കീഴിലാക്കാൻ പിർലോയുടെ നീലപ്പട വരുന്നുണ്ട്. അതെ, ചിതറിപ്പോയ സ്വപ്നങ്ങളെയെല്ലാം ഒന്നിച്ചുകൂട്ടി ആ നീലക്കുപ്പായത്തിന്റെ അഭിമാനം കാക്കാൻ അദ്ദേഹം വരികയാണ്. ഇനി മൈതാനങ്ങളിൽ പുതിയ തന്ത്രങ്ങൾ പിറക്കട്ടെ. ശത്രുക്കളുടെ നെഞ്ചു പിളർക്കുന്ന പോരാട്ട വീര്യവുമായി ആ പഴയ രാജാക്കന്മാർ തിരികെ എത്തട്ടെ.